ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ നല്ല പിതാവേ, ഈ നല്ല സമയത്തെ ഒത്തപ്പച്ചാത്തിന് എന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് നിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കടന്നു വരുവാനും അപ്പച്ചാതിനെ സ്തുതിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തമ്പുരാൻ കൊടുത്ത നല്ല സന്ദർഭത്തെ ഓർത്ത് എൻ്റെ തിരുമനെ വാഴ്ത്തുന്നു. MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആലോചന കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മറുപടിയും ഒരു ഏൽപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഈ വിലയേറപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം സകലത്തിനും മതിയായവൻ, എൻ്റെ ദൈവം സകലത്തിനും മതിയായവൻ. ദൈവത്തിന് കഴിയാത്തത്, ദൈവത്തിന് അസാധ്യമായത് ഈ ലോകത്തിൽ ഒന്നുമില്ല. പച്ച നീ സകലവും ചെയ്യുന്ന ദൈവമായിരിക്കാലോ സ്തോത്രം. നിന്റെ പാദപീഠത്തിൽ നിന്നിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നീ കൈവിടുന്നവനല്ല, ലജ്ജിപ്പിക്കുന്നവനല്ല, മറക്കുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. ഞങ്ങളോട് ഉത്തരവാദിത്വമായിരുന്നു ഞങ്ങളെ നിശ്ചയമായി കർത്താവെ കാത്തു സൂക്ഷിക്കുന്ന ജീവനുള്ള ഒരു സർവശക്തനായ ദൈവം നീ ആയിരിക്കാലോ സ്തോത്രം. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോട് നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോടുകൂടി ഇരിക്കുന്ന ഒരുത്തർക്കും ഒരാപത്തോ അനർത്ഥമോ വരരുത്. ആരും ലജ്ജിക്കരുത്, ആരും ക്ഷീണിക്കരുത്, ആരും തകർന്നു പോകരുത്, ആരും ദൈവ സ്നേഹത്തെ വിട്ട് പുറമോട്ട് പോകരുത്, സത്യത്തെ വിട്ട് പുറമോട്ട് പോകരുത്. ദൈവകൃപയിൽ എല്ലാവരും നിലച്ചു നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ കാണുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ ബലപ്പെടുവാൻ, ദൈവകൃപയിൽ നിന്റെ കുഞ്ഞുങ്ങൾ നിലച്ചു കാണുവാൻ എൻ്റെ ദൈവമേ നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും നിന്റെ രക്തത്തിൻ്റെ അടയാളം ഇരിക്കണം. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തെ പൂശി ജയമെടുക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലെ ഞങ്ങൾ ജയമെടുക്കാൻ ഓരോരുത്തരും ഇന്നൊരു വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ, ഒരത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് മാറട്ടെ, കഷ്ടങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, നിന്ദകൾ മാറട്ടെ. അവരനുഭവിക്കുന്ന സകല വേദനകൾക്കും സകല കണ്ണുനീരിനും ഒരു പരിഹാരം എൻ്റെ ദൈവം ഇന്ന് എൻ്റെ മക്കൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തീരാതെ രോഗികളുണ്ട് അപ്പച്ച, മരണഭയത്തിലിരിക്കുന്നവരുണ്ട്, പോരാട്ടത്തിലിരിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, പല ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പല പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, എന്ത് ചെയ്യണമെന്ന് വഴിയറിയാതെ ബുദ്ധിമുട്ടി ശ്വാസം മുട്ടി നിൽക്കുന്നവരുണ്ട്. കർത്താവേ സ്തോത്രം. എല്ലാ വഴികളും അടഞ്ഞവരുണ്ട്, പോകുവാൻ ഒരു നിവൃത്തിയില്ലാതെ, മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ച കുടുംബങ്ങളുണ്ട്, അപ്പനമ്മ മക്കൾ ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഉടയ്ക്കപ്പെട്ട തകർക്കപ്പെട്ട ശുശ്രൂഷകളുണ്ട്, ദൈവദാസന്മാരുണ്ട്, മുറിവേറ്റ് കിടക്കുന്നവർ, കണ്ണുനീര് കുടിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പച്ച എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ആശ്വാസത്തിന്റെ കരം അവരുടെ കൂടെ ഇരിക്കണം. അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വൈസ് മുതൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ എനിക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞ് നിങ്ങളെ ഞാൻ വരവേൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥാനത്തിലും ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ, അതിശയമായി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-10 വാക്യം വായിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1244 ദിവസമായി. ഈ ദിവസം ദൈവം നമുക്ക് കൊടുക്കുന്ന വാക്ക് അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-11. നിശ്ചയമായി നിങ്ങൾ ആ വാക്യം ഏറ്റെടുക്കണം, നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വചനം ഒന്ന് കയറി ചെല്ലട്ട്. ആ വചനത്തിനകത്തിരിക്കുന്ന ആ മഹത്വത്തെ ഒന്ന് രുചിച്ചു നോക്കിക്കാട്ട്. ആ വചനത്തിൽ എന്തുവാ നമ്മളെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കിക്കാട്ട്. അത് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ വചനത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ ഫലിക്കും. അവിടെ ഇങ്ങനെ പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് ആരെല്ലാം കോപിച്ചിരിക്കുന്നോ, കാരണമില്ലാതോ കാരണമിരുന്നോ ആരെല്ലാം കോപിച്ചിരിക്കുന്നോ അവരെല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നീ ലജ്ജിക്കയില്ല, നീ അമ്പരന്ന് പോകയില്ല. നീ കൃപയിൽ നിൽക്കുകയാണ്, വചനത്തിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുകയാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ കൈ പിടിച്ചിരിക്കുന്നവൻ കൈവിടാത്തവനാണ്. നിന്നെ വിളിച്ചവൻ സാധാരണ ഒരു ദൈവമല്ല, അത് നീ മനസ്സിലാക്കണം. ആ ദൈവം അവസാനത്തോളം അന്ത്യത്തോളം കൂടെ ഇരുന്ന് നടത്തുവാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ ദൈവം പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിങ്ങളൊന്നും പ്രതിവാക്ക് പറയണ്ട, നിങ്ങളൊരു വഴക്കിന് പോകണ്ട.
അവരോട് പഴിക്ക് പഴി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നോക്കിക്കോളും. എൻ്റെ ദൈവമേ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിന്റെ മോളല്ലേ, നിന്റെ മോനല്ലേ, നിന്റെ മക്കളല്ലേ, നിന്റെ കുഞ്ഞുങ്ങളല്ലേ, കർത്താവ് നിന്റെ ശുശ്രൂഷകനല്ലേ, നിന്നെ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ എന്നങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മൾക്ക് വേണ്ടി ഇരുന്ന് നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ആ ദൈവത്തെ നിങ്ങൾ വിളിക്കണം, ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം, ആ ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിൽക്കണം. ദൈവത്തിന്റെ വചനത്തെ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോകരുത്, വ്യവസ്ഥ വിട്ട് പോകരുത്. സത്യത്തെയും ആത്മാവെയും നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന, സ്തുതിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. പ്രാർത്ഥന കുറയരുത്, സ്തുതി കുറയരുത്, ബൈബിൾ റീഡിങ് കുറയരുത്. കർത്താവിനോടുള്ള എല്ലാ വിഷയത്തിലും നിങ്ങൾ കണ്ടീഷനായിരിക്കണം. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ അലച്ചിലുകൾ, ഒത്തിരി പ്രയാസങ്ങൾ നിങ്ങൾക്ക് കാണും. കഠിനാധ്വാനം നിങ്ങൾക്ക് കാണും. ശരീരങ്ങൾ ഒത്തിരി അധ്വാനത്തിന്റെ മൂലമായി ക്ഷീണിച്ചവർ കാണും, തളർന്നവർ കാണും. എഴുന്നേൽക്കാനോ നീക്കുവാനോ ശക്തിയില്ലാത്തവർ കാണും. കൊടിയ രോഗത്തിൽ കിടക്കുന്നവർ കാണും. വലിയ വാതകൾ പിടിച്ച്, പല രോഗങ്ങൾ പിടിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്നവർ കാണും. അനേക പോരാട്ടങ്ങളും വേദനകളും കടബാധ്യതകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്ന് നിങ്ങളെ ഒടുക്കി കുരുക്കി വെച്ചിരിക്കുന്നവർ കാണും. ഏത് സ്ഥിതിയിലിരുന്നാലും സ്തുതിക്കുന്ന ഒരനുഭവം നിങ്ങൾക്ക് വേണം. പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നിങ്ങൾക്ക് വേണം. പ്രാർത്ഥനയുടെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടണം. പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളിലൂടെ വ്യാപരിക്കണം. പ്രാർത്ഥനയുടെ സകല ആ വല്ലമയും നിങ്ങളുടെ അങ്ങോട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ എൻ്റെ ദൈവം പറയാണ്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിങ്ങളുടെ സ്വന്തത്തില്, സഹോദരങ്ങൾക്കുള്ള സഭയില്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ചുറ്റുവട്ടാരങ്ങളിൽ, നിങ്ങളുടെ അയൽവക്കത്തില്, നിങ്ങളുടെ സഭയില്, നിങ്ങൾ എവിടെല്ലാം ഉണ്ടോ അവിടെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങളുടെ ഏതെല്ലാം സ്ഥലത്ത് നിങ്ങൾക്ക് വിരോധമായി നിന്നോട് കോപിച്ചിരിക്കുന്ന ആൾക്കളുണ്ടെങ്കിൽ നീ ലജ്ജിക്കയില്ല. അവർ ലജ്ജിച്ച് അമ്പരന്ന് പോകും. ലജ്ജിച്ച് എന്തോ അമ്പരന്ന്, കാരണം നിന്നെ അതുപോലെ ദൈവം സൂക്ഷിക്കുന്നു. നീ അത്രമാത്രം ശക്തമായി നിൽക്കുന്നു. എതിർത്തൊന്നും നീ പറയുന്നില്ല. അവരോട് നീ അടിക്കാനോ വഴക്കുണ്ടാക്കാനോ കേസ് കൊടുക്കാനോ പോകുന്നില്ല. നീ ദൈവകൃപയിൽ നിൽക്കുന്നത് കൊണ്ട് നിന്റെ വിടുതലെ കണ്ട്, നിന്റെ രക്ഷയെ കണ്ട് അവർ അമ്പരന്ന് പോകുകയാണ്. അടുത്തത് അവിടെ എന്താ പറയുന്നത്? നിന്നോട് വിവാദിക്കുന്നവൻ നശിച്ച് ഇല്ലാതെയാകും. കാരണമില്ലാതെ നിന്നോട് വിവാദിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ അവന്റെ നാശമാണത്, അവന്റെ തകർച്ചയാണത്. അവൻ ഇല്ലാതെ പോകാൻ പോകുകയാണ്. ഇതേക്കുറിച്ച് ആയിരക്കണക്കിന് നൂറ്റുകണക്കിന് സാക്ഷ്യങ്ങൾ എന്നെ കൊണ്ട് പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമ്മളോട് കൂടിയിരിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല. പാതിയിൽ നമ്മളെ അനാഥകളായി വിട്ടുപോകുന്ന ദൈവമല്ല. എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. തൻ്റെ കരം എന്നും കുറുകിയിട്ടില്ല, അത് കുറുകി പോകത്തുമില്ല. അന്ത്യത്തോളം നടത്തുമെന്ന് വാഗ്ദത്തം കൊടുത്ത ദൈവം, ലോകാവസാനത്തോളം നിന്റെ എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം കൊടുത്ത കർത്താവ് ഒരു നാളും വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. നമ്മളാണ് വിടുന്നത്. എനിക്ക് നീ സ്തുതിക്ക വേണ്ട ആവശ്യമില്ല, പ്രാർത്ഥന വേണ്ട ആവശ്യമില്ല, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒത്തിരി ജോളിയാണ്, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുന്നവർക്കല്ല ദൈവത്തിന്റെ സന്നിധാനത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും അനുദിനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചങ്ങോട്ട് മുറിവേറ്റ് നമ്മളങ്ങോട്ട് തകർന്ന് എൻ്റെ ദൈവമേ എന്നൊന്ന് വാക്കങ്ങോട്ട് വിളിക്കുമ്പോൾ ദൈവം തമ്പുരാൻ മൗനമായിട്ടിരിക്കത്തില്ല. ഓടി വന്ന് അത്ഭുതം നമുക്ക് പ്രവർത്തിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾ എടുത്തുകൊള്ളുക. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവൻ നശിച്ച് ഇല്ലാതെയാകും. എഴുതി വെച്ചുകൊള്ളുക. അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവാൻ, അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവാൻ, വിടുതൽ കർത്താവ് തരാൻ പോവാൻ. നിങ്ങൾ എവിടെയും ലജ്ജിക്കുവാൻ, തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഓക്കെ, ദൈവം അത്ഭുതകരമായി നിങ്ങളെ നടത്തും, അതിശയമായി നിങ്ങളെ നടത്തും. നിങ്ങളെ ലജ്ജിക്കുവാൻ ദൈവം ഒരു കാലത്തും സമ്മതിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 1244 ദിവസം ഒരു പ്രാവശ്യം കൂടി നിന്റെ പാദത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ തന്നല്ലോ. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ കർത്താവ് സ്വീകരിക്കുന്ന, അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും നിന്റെ പാദപ്പെടുത്തുന്ന മറുപടിയും കൊണ്ട് നീ അതിരാവിലെ സമയത്ത് വയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാലം മുഴുവനും, ഇന്ന് രാത്രി മുഴുവനും നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. അടുത്ത അതിരാവിലെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് നിന്റെ കരങ്ങളിൽ കൊടുക്കുന്ന സമയം വരയ്ക്കും 24 മണിക്കൂറും എൻ്റെ കുഞ്ഞുങ്ങൾ രാത്രിയും പകലും ഭദ്രമായി സൂക്ഷിക്കണം. അവർക്ക് അത്ഭുതം ചെയ്യണം, അവർക്ക് നല്ലത് ചെയ്യണം. കർത്താവേ, യാരെല്ലാം ഈ വചനപ്രകാരം കർത്താവേ സ്തോത്രം നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും എന്ന് പറയുന്നു, ഞങ്ങളൊരു കുറ്റം കൂടെ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സൈഡിൽ ഒരു റിമാർക്കുമില്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല, പക്ഷേ ഞങ്ങളോട് കോപിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളെ വേദനിപ്പിക്കുന്ന
പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഞങ്ങളുടെ കുറ്റം കാണുന്ന ഒത്തിരി പേരുണ്ട്, ഞങ്ങളെക്കുറിച്ച് പഴി പറയുന്ന ഒത്തിരി പേരുണ്ട്. അവിടെ ഇവിടെ എല്ലാം പോയി ഇരുന്ന് ഞങ്ങളുടെ പേരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ നോക്കുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബങ്ങളെ തകർക്കുവാൻ, കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നിടത്ത്, ഞങ്ങൾ പഠിക്കുന്നിടത്ത്, ഞങ്ങൾ ജീവിക്കുന്നിടത്ത് ഞങ്ങളെ സന്തോഷത്തോട് സമാധാനത്തോട് പഠിക്കാൻ വിടാതെ, ജോലി ചെയ്യാൻ വിടാതെ, ജീവിക്കാൻ വിടാതെ ഞങ്ങളെ മുറിവേൽപ്പിക്കുന്നവർ, ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട് കർത്താവേ. അവരുടെ മധ്യയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എങ്കിലും ഇപ്പൊ ദൈവത്തിന്റെ ശക്തി അവിടെ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്തോത്രം. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകുന്നു പറഞ്ഞല്ലോ. എന്റെ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്തോത്രം. നിന്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടുന്ന ഈ സ്തോത്രം. നിന്റെ ദിവ്യ ശക്തി അവിടെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഈ സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തോ അനർത്ഥമോ ഒരു നിന്ദയോ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കരുത്. നീ ഞങ്ങളെ വില കൊടുത്ത് മേടിച്ചിരിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ നിന്റെ മക്കളാണ്, ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ വിടുതലിന്റെ പാത്രങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ എല്ലാം ചെയ്യുന്നൊരു ദൈവം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ബലത്തോടെ നിൽക്കുന്നു, ധൈര്യമായി നിൽക്കുന്നു. ഇന്ന് എൻ്റെ കർത്താവ് ഞങ്ങളോട് വഴക്ക് ചെയ്യുന്ന ഓരോരുത്തരോടും എൻ്റെ ദൈവം തമ്പുരാൻ ഇടപെടണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കോപിച്ചിരിക്കുന്നവർ ഓരോരുത്തരും ലജ്ജിച്ച് അമ്പരന്ന് പോകട്ടെ. നിന്നോട് വിവാദിക്കുന്നവൻ നശിച്ച് ഇല്ലാതെയാകും. ഒരു കാരണമില്ലാതെ ഞങ്ങളോട് വിവാദിക്കാൻ വരുന്നു, ഞങ്ങളുടെ മേലെ കുറ്റം ചുമത്തുന്നു, ഞങ്ങളെ കള്ളിമാരായി മാറ്റുന്നു. ഞങ്ങൾ ചെയ്യാത്തത്, ഞങ്ങൾ ചിന്തിക്കാത്തത്, ഞങ്ങളുടെ ഹൃദയത്തിൽ പോലും കർത്താവേ ഓർക്കാത്ത വിഷയങ്ങൾ ഞങ്ങളുടെ മേലെ പഴി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മുറിവേൽപ്പിക്കുന്നു, ഞങ്ങളെ കള്ളന്മാരാക്കുന്നു, കള്ളികളാക്കുന്നു, ഞങ്ങളെ ആവശ്യമില്ലാതെ കരയിപ്പിക്കുന്നു, ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തകർത്ത് കർത്താവേ ഞങ്ങളുടെ കരച്ചിലും ഞങ്ങളുടെ വേദനയും കണ്ട് രസിക്കുന്നവരുടെ മധ്യയിൽ കർത്താവിന്റെ വലിയ കരം ഇപ്പൊ വെളിപ്പെടുന്നതിനായി സ്തോത്രം. എത്രയോ കുടുംബ ജീവിതത്തിൽ ഇതേപോലെ ശത്രു ഇറങ്ങി ഇന്നേക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ഭിന്നിച്ചു വെച്ചിരിക്കുകയാണ്. അവരത് കണ്ട് രസിക്കുകയാണ്. ഭർത്താവ് ഒരിടത്തിൽ, ഭാര്യ ഒരിടത്തിൽ, കുഞ്ഞുങ്ങളൊരിടത്തിലായി ചെതറിക്കിടക്കുന്നതിനെ കണ്ട് രസിക്കുന്നവരുണ്ട്. ஆனால் ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. അവിടെ എന്ത് പറയുന്നു? ദൈവമേ, നീ അത് കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. ദൈവം പറയാണ്, നിന്നോട് വിവാദിക്കുന്നവർ ലജ്ജിച്ച് നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് കാരണമില്ലാതെ നിന്നെ പറഞ്ഞ് മുറിവേൽപ്പിക്കുന്ന, നിന്റെ കണ്ണെ കലങ്ങ വയ്ക്കുന്ന, കരയിപ്പിക്കുന്നവൻ നശിച്ചു പോകാൻ നിനക്കൊരാപത്തും വരത്തില്ല. നിന്റെ മേൽ കർത്താവുണ്ട്, ദൈവത്തിന്റെ കരമുണ്ട്, ദൈവത്തിന്റെ കാവലുണ്ട്, ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ട്, അവന്റെ പരിപാലനമുണ്ട്. അവൻ നിശ്ചയമായിട്ടും നിങ്ങളെയും എന്നെയും മറക്കുന്ന ദൈവമല്ല, കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, അന്ത്യത്തോളം നമ്മൾ നടത്തുവാൻ ശക്തിയുള്ള ദൈവം, പ്രാപ്തിയുള്ള ദൈവം, നമ്മുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്ന് നമുക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവം. ആശ്വാസം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ആരോഗ്യവും ബലനും സൗഖ്യവും സുഖവും തന്ന് നമ്മുടെ മുറിവുകളെല്ലാം പൊറിപ്പിച്ച് നമ്മളെ സന്തോഷത്തോടെ നടത്തുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവ് നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ആപത്തുകൾക്കെല്ലാം ദൈവം കൂടെ ഉണ്ട്, നിങ്ങളുടെ വേദനയ്ക്കെല്ലാം ദൈവം കൂടെ ഉണ്ട്. നിങ്ങൾ കരയുന്നതെല്ലാം ദൈവത്തിന് മനസ്സിലായി, ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ദൈവം നിങ്ങൾക്ക് ഇന്നും എപ്പോഴും ഏത് സമയത്തും സഹായനായിട്ടുണ്ട് കൂടെ. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പരിഭ്രമിക്കണ്ട, നിങ്ങൾ വേദനിക്കരുത്, കലങ്ങരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകാൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വായിച്ച വാക്യം അങ്ങനെ തന്നെ, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. എഴുതി വെച്ചോ മക്കളെ, നിശ്ചയമായി കർത്താവ് ഈ അത്ഭുതം ചെയ്യും. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി ദൈവം ഇപ്പൊ ബലപ്പെടുത്തുന്ന സ്തോത്രം. അവിടെ അകത്തിരുന്ന പേടിയും ഭയവും എല്ലാം മാറ്റി ഒരു ധൈര്യം, എൻ്റെ ദൈവം എനിക്ക് കൂട്ടിനുണ്ട്, ഞാൻ പേടിക്കയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂട്ടിനുണ്ട്, ഞാൻ തളർന്നു പോകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വിശ്വാസം എൻ്റെ മക്കൾക്ക് നീ കൊടുക്കണമേ. എല്ലാവരും സ്തുതിക്കുന്നവരായിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരായിരിക്കട്ടെ, ബൈബിൾ വായിക്കുന്നവരായിരിക്കട്ടെ, കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കട്ടെ. ദൈവ സ്നേഹത്തെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ, പ്രമാണത്തെ വിട്ടു പോകുവാൻ, സത്യത്തെ വിട്ടു പോകുവാൻ, പാപത്തിലേക്ക് പാപച്ചേറ്റിലേക്ക് മറുപടിയും വീഴുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. പിശാചിന്റെ ഒരു വലയിൽ നിന്റെ കുഞ്ഞുങ്ങൾ വീഴരുത്, അവന്റെ കുഴിയിൽ വീഴരുത്, അവന്റെ കണ്ണിയിൽ വീഴരുത്. അപ്പച്ച എല്ലാവരും നിന്റെ കരം പിടിച്ച് കാത്തു സൂക്ഷിക്കണമേ കർത്താവേ. ഈ ലോകം മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അക്രമം നിറഞ്ഞിരിക്കുകയാണ്, അനീതി നിറഞ്ഞിരിക്കുകയാണ്. ഒരു കുടുംബത്തിലും സന്തോഷമില്ല, ഒരു മനുഷ്യനും സമാധാനമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിന്റെ മധ്യ ദൈവകൃപ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ ഈ ലോകത്ത് നിൽക്കുവാൻ പറ്റത്തില്ല.
പറ്റത്തില്ല, ഞങ്ങൾ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പച്ചാ നിന്റെ കരുണ, നിന്റെ അത്ഭുതം, നിന്റെ വീര്യപ്രവർത്തികൾ ഇപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. ഏതെല്ലാം ദൈവസഭകളിൽ ദൈവദാസന്മാർ കണ്ണുനീര് കുടിക്കുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എതിർപ്പുകളാണ്, അനേക ശത്രുക്കളാണ്, അത് ഇല്ലാത്ത വല്ലാത്ത പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കുകയാണ്. അവിടെ നീ വചനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഫലിക്കണം. എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ ശുശ്രൂഷകളും ദൈവം മാനിക്കണം. കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നിടത്തിൽ, പഠിക്കുന്നിടത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇതുപോലെ ഇരുന്ന് കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, അവിടെ ദൈവത്തിന്റെ കരം ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. വിടുതലിന്റെ അത്ഭുതത്തിന്റെ കരം ഇപ്പൊ ക്രിയിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം. ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം. ഒരുത്തരും കൺകലങ്ങക്കൂടാതെ, ഒരുത്തരും മുഖവാടി പോകൂടാതെ, ഒരുത്തരും ക്ഷീണിക്കരുത്. പകലും രാത്രിയിലും കർത്താവിന്റെ വലിയ കരം ഈ 24 മണിക്കൂർ നേരവും അടുത്ത അതിരാവിലെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയം വരയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന്റെ ഏത് ഭാഗത്തിൽ എവിടെ ഇരുന്നാലും അവരെ കാത്തു സൂക്ഷിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്തും സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കണം. ഒരുത്തരും ലജ്ജിച്ചു പോകുവാൻ, തകരുവാൻ, ദുഃഖിക്കുവാൻ ദൈവം സമ്മതിക്കണം. അത്ഭുതം പ്രവർത്തിച്ചനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അടിനെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഈ വാക്യത്തെ വിശ്വസിക്കുക, ഏറ്റെടുക്കുക, പൂർണ്ണമായി അംഗീകരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.